ഹായ്, നമ്മൾ 2024 ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നെന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളുള്ളൊരു കാലഘട്ടമാണ്. ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് പേഴ്സണൽ ബ്രാൻഡ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്നുള്ളത്. ഈ പേഴ്സണൽ ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, ഇപ്പം നമുക്ക് തന്നെ ഒരു ബ്രാൻഡായി മാറാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് ഈ പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. എന്താണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ആവശ്യം? ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തേക്ക് ഏത് പ്രൊഫഷണൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും എന്തിനാണ് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. അതായത് നിങ്ങൾ ഇപ്പോൾ എന്ത് ഫീൽഡ് ആയിക്കോട്ടെ, എന്ത് സാധനം അല്ലെങ്കിൽ എന്ത് സർവീസിനോ ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഡിജിറ്റലി ഒരു ഗ്രോത്ത് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണം, ഒരു പേഴ്സണൽ ബ്രാൻഡിങ് വേണം. നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും സർവീസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് സെയിലാവുന്ന പറയാനുള്ള കാരണം വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു ബ്രാൻഡാക്കി മാറ്റിയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓഡിയൻസിന് ഒരു ട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് ബിസിനസ് പരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്ക് പറയാം, പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാൻ പറ്റിയ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇതേപോലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് എന്താണ് ഇന്ന് നമ്മുടെ മുന്നിൽ അവൈലബിൾ ആണ്. ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഇതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആളുകൾ കാണും എന്നുള്ളതാണ്. ഇത് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കണ്ടന്റ് ക്രിയേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതേപോലെ തന്നെ ഈ യൂട്യൂബിൻ്റെ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൻ്റെ ആണെങ്കിലും ഫേസ്ബുക്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ ടെക്നിക്കലിയും ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ എന്തുണ്ട് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു സ്ക്രിപ്റ്റ് എഴുതരുത്. ഓക്കെ, നിങ്ങളായിട്ട് തന്നെ എന്ത് ചെയ്യുക, സംസാരിച്ച് തുടങ്ങാം. ഓക്കെ, നിങ്ങൾ കാണുന്ന ഓഡിയൻസ് എന്തായാലും എന്ത് ചെയ്യും, ആ രീതിയിൽ തന്നെ നിങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കും. അതായത് ഫസ്റ്റ് ഒരു സംഭവത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഉറപ്പാണ് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്ത് ചെയ്യും, കുറ്റം പറയും അല്ലെങ്കിൽ അംഗീകരിക്കില്ല. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്ത് രണ്ടാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഒരാൾ പോലും ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. ചിലപ്പോൾ ആരെങ്കിലും ലിങ്ക് വഴി അയച്ചു കൊടുത്ത നിങ്ങളെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഇവര് മാത്രമായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു വീഡിയോ കാണാൻ ആകെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് റീച്ച് ആവും. അതായത് കൂടുതൽ ആളുകളുടെ അടുത്തേക്ക് യൂട്യൂബ് തന്നെ എന്ത് ചെയ്യും, റെക്കമെൻഡ് ചെയ്തെടുക്കും. ഓക്കെ, ഇത് ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യത്തിലും ഇതേപോലെ തന്നെയാണ്. അത് കൃത്യമായ രീതിയിൽ തന്നെ എന്ത് ചെയ്താൽ മതി, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഒരു നീഷ് പിടിക്കുക. നിങ്ങളുടെ നീഷ് എന്താണോ അത് നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ആ ഒരു സ്കില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആളുകളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ അതുവഴി നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു നല്ലൊരു ക്വാളിറ്റി ഓഡിയൻസിനെ ജനറേറ്റ് ചെയ്തെടുക്കാനും അവരിലേക്കൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഈ പേഴ്സണൽ ബ്രാൻഡിങ് വഴി സാധിക്കും. ഇപ്പോ നിങ്ങളൊരു സംഭവം നിങ്ങൾ വേറൊരാളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ എളുപ്പം ഉള്ളൊരു കാര്യമല്ല. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സ്ട്രാറ്റജിയാണ്, അതായത് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, ആളുകൾക്കൊക്കെ എന്താണ്, കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് എന്ത് കഥ ആയിക്കോട്ടെ ആളുകൾ എന്ത് ചെയ്യും, അത് കേട്ടുകൊണ്ടിരിക്കും. ഇത് ഈ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ വലിയ ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നത് അവരുടെ തന്നെ ബ്രാൻഡ് സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ പ്രൊഡക്റ്റ് നമ്മളിലേക്കൊക്കെ വിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമോ, ഇപ്പൊ നല്ല കഥകൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കല്ലേ. അതേപോലെ തന്നെ നല്ലൊരു സ്റ്റോറി ടെല്ലിംഗ് എന്ത് ചെയ്യുക, പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നല്ലൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് ആളുകൾ അത് കേട്ടിരിക്കും എന്നുള്ളത്. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എഡിറ്റിങ്ങിലാണെന്നുണ്ടെങ്കിലും അതേപോലെ ശ്രദ്ധിക്കുക കുറച്ച് കാര്യങ്ങൾ. അതായത് സൗണ്ട് എഫക്ട്സ്, മ്യൂസിക്, ആളുകളെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കാനായിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും,
കാണാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതൊരു പാർട്ടായിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും. അതായത് കണ്ടന്റ് ഈ രീതിയിൽ ചെയ്യാം, അതും പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ കണ്ടന്റ്. ഓക്കെ, പിന്നെ അതേപോലെ നമ്മൾ അടുത്തത് പ്ലാൻ ചെയ്യാവുന്ന ഏത് പ്ലാറ്റ്ഫോമാണ് ഏറ്റവും ഗ്രോത്ത് ഉള്ള ഒരു പ്ലാറ്റ്ഫോം, ഏത് പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കൊണ്ടുതരിക എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടിട്ട് അതൊക്കെ നമ്മളൊരു വീഡിയോ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഒരു വലിയൊരു സെർച്ച് എഞ്ചിനാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ആ യൂട്യൂബിനെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ വരുന്ന വീഡിയോസിലായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീക്കെൻഡിലും നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.